വിനീതയിലേക്ക് കൂടി ഒന്ന് പോകാം. കൃത്യം 5:30 കൂടിക്കാഴ്ച എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങോട്ട് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിയ ശശി തരൂരിനോട് പ്രതികരണം ചോദിച്ചിരുന്നു. അപ്പോൾ വിനിത എന്തെങ്കിലും സംസാരിച്ചിരുന്നോ അദ്ദേഹം? അതിനൊപ്പം തന്നെ ഈ മാധ്യമങ്ങളെ പതുക്കെ ഇങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ആണോ ആരാണത് അവിടെ മാറ്റുന്നത് കണ്ടു, ബലമായി തള്ളി മാറ്റുന്നതും കണ്ടല്ലോ. തീർച്ചയായും സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണ്. 10 ജൻപത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പൊതുവെ ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതിനപ്പുറം മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. പക്ഷേ ശശി തരൂർ എത്തിയപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ പിന്തുടർന്ന് ഉള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിനായി നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് കൃത്യം 5:20 കൂടി തന്നെ അദ്ദേഹം ആ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ തിരിച്ച് വീട്ടിനുള്ളിലേക്ക് അദ്ദേഹം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം വന്ന വാഹനം ഇപ്പോൾ ഇവിടെ നിന്ന് തിരികെ മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന വിവാദമായിട്ടുള്ള ലേഖനം, ആ ലേഖനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അദ്ദേഹം ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ നേരിട്ട് കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള നേതാക്കൾ തരൂരിനെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ അവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തരൂരിനെതിരെ നടപടി ഉണ്ടാകണമെന്നടക്കം പറഞ്ഞ നേതാക്കളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ശശി തരൂർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്ത് വിശദീകരണമാണ് അദ്ദേഹം ഈ കാര്യത്തിൽ നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് KC വേണുഗോപാലും ഇത് സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നത് ആ വിവാദങ്ങളൊക്കെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വം തരൂരുമായി സംസാരിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നാണ് പൊതുവെ കോൺഗ്രസിന്റെ ഒരു അഭിപ്രായം. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണ്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയുണ്ട്. വാഹനം അകത്തേക്ക് കയറി അദ്ദേഹത്തെ അവിടെ ഇറക്കിയതിനു ശേഷം മടങ്ങിപ്പോയിരിക്കുന്നു. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശശി തരൂരിനോട് പ്രതികരണം തേടിയിരുന്നു. കൂടിക്കാഴ്ച നേരത്തെ നിശ്ചയിച്ചതാണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആ മറുപടിക്ക് ഒന്നും തന്നെ നിന്നു തന്നില്ല. അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഒപ്പം തനിക്ക് പ്രതികരിക്കാൻ ഒന്നുമില്ല എന്ന തരത്തിൽ അദ്ദേഹം അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് ചർച്ച ചെയ്യും. ഒപ്പം തന്നെ എന്ത് നിലപാടാണ്, എന്ത് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാകുമെന്ന് തന്നെ നമുക്ക് പറയാം സ്മിത. ശരി, അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. 1 ഡസനോളം പരാതികൾ കേരളത്തിലെ നേതാക്കളെ കുറിച്ച് തന്നെ ശശി തരൂരിന് ഹൈക്കമാൻഡിനോട് പറയാനുണ്ട്, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തെ അറിയിക്കാനുണ്ട് എന്നുള്ളതായിരുന്നു അത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ശശി തരൂരിന് ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട പല പരിപാടികളും അറിയിക്കാറില്ല, അദ്ദേഹത്തിന് വേണ്ട പ്രാധാന്യം നൽകുന്നില്ല എന്ന പല പരിഭവങ്ങളും അദ്ദേഹത്തിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തീർച്ചയായും പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ നേതാക്കളുമായി, അതായത് സോണിയാഗാന്ധി ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി പോലുള്ള മുതിർന്ന നേതാക്കളുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടക്കുന്നത്. അത് ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണെന്നുള്ളത് കൂടിയാണ്. ഒപ്പം തന്നെ പ്രവിത സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ 2 അഭിപ്രായം നേതാക്കൾക്കിടയിലുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇടത് നേതാക്കൾക്കൊക്കെ തന്നെ ഒരു കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നതിന് മറ്റുമുള്ള ഒരു വഴിവെച്ച് കൊടുക്കുന്നതായി പോയി അദ്ദേഹത്തിന്റെ പ്രസ്താവന അടക്കമുള്ള ഒരു നിരീക്ഷണമുണ്ട്. ഇതിനിടയിൽ ഒരു വിഭാഗം നേതാക്കൾ, ഇന്ന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളൊക്കെ പൂർണ്ണമായും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ ഡേറ്റയിൽ വന്നു പോയ ഒരു ഇററാണ്. അത് മുൻനിർത്തിക്കൊണ്ടാണ് തരൂർ അത്തരമൊരു ലേഖനം എഴുതിയത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അദ്ദേഹം അതും ഉൾപ്പെടുത്തി എഴുതുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വ്യത്യസ്ത നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് KC വേണുഗോപാൽ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ തരൂരിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. സംസ്ഥാനത്തിലേക്ക് അടക്കമുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിലേക്ക് ആ വിഷയങ്ങൾ എത്തുന്നില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടുന്നില്ല. ഇങ്ങനെയുള്ള ചില പരാതികൾ തരൂർ തന്നെ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. ഒപ്പം തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അക്കാര്യവും ഇന്ന് ഇവിടെ രേഖപ്പെടുത്തും. ഏതാണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുൻപാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഏറ്റവും ഒരു തരൂരിനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, ഒപ്പം അദ്ദേഹം നേരിടുന്ന അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയാൻ കൂടി ലഭിക്കുന്ന ഒരു അവസരമായിരിക്കും ഇന്നത്തെ ഈ കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ്. കൃത്യം 5:20 കൂടി അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു. നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രതികരിക്കുന്നില്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത്. ഇപ്പോൾ ആ കൂടിക്കാഴ്ച ഇവിടെ പുരോഗമിക്കുകയാണ്. ശരി വിനിത, ഏതായാലും കൂടിക്കാഴ്ച നടക്കട്ടെ. അതിൽ എന്താണ് ഉണ്ടാവുക, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു, അതുപോലെ ഈ സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടായ ഈ ഒരു വിമർശനങ്ങൾ, അവർക്കുണ്ടായ പ്രതിഷേധങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരമാകുമോ? ശശി തരൂർ എന്താകും സംസാരിക്കുക?
സംസാരിക്കുക, അവർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്ത് നിലപാടെടുക്കും, ഇതൊക്കെ വളരെ പ്രധാനമാണ്.